നമസ്തേ. ടി.ജി. മോഹൻദാസിനെതിരായ പോലീസ് നടപടിക്കെതിരെ രാഷ്ട്രീയ സംഘടനാ പ്രതിഷേധം ശക്തമാകുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണോ ഈ അറസ്റ്റ്? അതോ വിവാദ പരാമർശത്തിനെതിരായ നിയമ നടപടിയോ? മോഹൻദാസിനെ തീവ്രവാദിയെപ്പോലെ കസ്റ്റഡിയിലെടുത്തുവെന്ന ആരോപണവുമായി VHPയും ഹിന്ദു ഐക്യവേദിയും BJPയും രംഗത്തെത്തിയതോടെ സംഭവം പുതിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. അതേസമയം നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ എന്ന ചോദ്യവും ശക്തമാകുകയാണ്. ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് പോലീസിന്റെ നടപടിയെന്ന് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആരോപിച്ചു. ഭരണകൂടം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇരട്ട നീതി നടപ്പാക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. പോലീസ് നടപടി അപലപനീയമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രധാനമന്ത്രിയെ വധിക്കണമെന്ന് പറഞ്ഞവർക്കെതിരെ പോലും കേസെടുക്കാത്ത സർക്കാരാണിതെന്നും ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ പലർക്കുമെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും അനിൽ വിളയിൽ വിമർശിച്ചു. എന്നാൽ ടി.ജി. മോഹൻദാസിനെ തീവ്രവാദികളെ പോലെ കൈകാര്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്തത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റും കേരളത്തിലെ മതേതര ഇരട്ട നീതികളും. ഡൽഹിയിൽ നടന്ന പാറ്റ സമരവുമായി ബന്ധപ്പെട്ട് ശ്രീ ടി.ജി. മോഹൻദാസ് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ വ്യക്തിപരമായ ഒരു അവലോകനം നടത്തി. അത് ഏതോ വലിയൊരു ദേശവിരുദ്ധ പ്രസ്താവനയാണെന്ന രീതിയിൽ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ഇന്ന് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ വീട് വളഞ്ഞ് മണിക്കൂറുകൾ നീണ്ട അന്വേഷണങ്ങളും തെളിവെടുപ്പിനും ശേഷം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 71 വയസ്സുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഈ കേരളത്തിൽ എത്രയോ സംഭവങ്ങൾ ദേശവിരുദ്ധമായി നടക്കുന്നു. ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊല്ലണമെന്ന് ഒരാൾ പറഞ്ഞതിനെതിരെ കേരളത്തിലെ സർവ്വ പോലീസ് സ്റ്റേഷനുകളിലും പരാതി ചെന്നിട്ടും നാളിതുവരെ ആയിട്ടും അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചെറുപ്പക്കാർ തെരുവിൽ ഇറങ്ങുകയാണെങ്കിൽ അന്നേ ദിവസം ആ നഗരം കത്തിച്ചാമ്പലാകണമെന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിലെ പ്രധാന വ്യക്തിക്കെതിരെ നാളിതുവരെ കേസെടുത്തിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ലോട്ടറി ടിക്കറ്റിൽ ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട കേസ് നൽകിയിട്ടും നാളിതുവരെ കേസെടുത്തിട്ടില്ല. ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നവർക്ക് വീരാളിപ്പട്ടും അവാർഡും കൊടുക്കുന്ന നാട്. വീര സവർക്കറെ പറ്റി ഒരു ക്വിസ് ചോദ്യം ഉണ്ടാക്കിയ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യുന്ന കേരളം. BJPക്ക് വോട്ട് ചെയ്ത കോടിക്കണക്കിന് മനുഷ്യരെ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ ദീപ സ്റ്റാറ്റ് മെഷീനെ അറസ്റ്റ് ചെയ്തിരുന്നോ? ഇല്ല. അതിന് നമ്മൾ സമ്മതിക്കില്ല. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും പറയുന്നവർക്കുമെതിരെ ഒരു കേസെടുക്കലും ഇല്ലാത്ത കേരളം. ശ്രീ മോഹൻദാസ് പറഞ്ഞ വിഷയം, സാഹചര്യം, സന്ദർഭം എന്നിവയെപ്പറ്റി ഒരു അക്കാദമിക തല ചർച്ച നടക്കാതെ അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു തീവ്രവാദി പരിവേഷം കൊടുത്ത് അറസ്റ്റ് ചെയ്ത നടപടി അപലപനീയമാണ്. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ VHP പോലെ തന്നെ ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയും BJPയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പ്രതികരിച്ചു. ഒരു പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരിട്ടുള്ള കടന്നുകയറ്റമാണ് പോലീസ് നടപടിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. കേസെടുക്കാൻ പോലും കഴിയാത്ത ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ പോലീസ് എന്തിനാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യവും RV ബാബു ഉന്നയിച്ചു. കുറ്റം തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചില സംഘടിത മതവിഭാഗങ്ങളുടെ കയ്യടി നേടുന്നതിനായാണ് ഭരണകൂടം ഇത്തരം നടപടികളിലേക്ക് നീങ്ങുന്നതെന്നും RV ബാബു കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയവരും പ്രധാനമന്ത്രിയുടെ മാതാവിനെ ഉൾപ്പെടെ അധിക്ഷേപിച്ചവരും സ്വതന്ത്രമായി നടക്കുമ്പോൾ മോഹൻദാസിനെ മാത്രം ലക്ഷ്യമിട്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നത് വ്യക്തമായ ഇരട്ട നീതിയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് ടി.ജി. മോഹൻദാസിന്റെ മാത്രം വിഷയമല്ല. രാജ്യ താൽപര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നവരുടെ ശബ്ദം നിശബ്ദമാക്കാനുള്ള നീക്കമാണിത് എന്നാണ് RV ബാബുവിന്റെ ആരോപണം. സംഭവത്തിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി.ജി. മോഹൻദാസിനെതിരായ പോലീസ് നടപടിയെ ഹിന്ദു ഐക്യവേദി ശക്തമായി അപലപിക്കുന്നതായും RV ബാബു വ്യക്തമാക്കി. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നിരവധി പ്രസ്താവനകൾ ഹിന്ദു വിശ്വാസികൾക്കെതിരെ ജിഹാദി മത നേതാക്കൾ നടത്തിയത് കേരളത്തിൽ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമല്ല. പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞവർ ഇവിടെ സ്വതന്ത്രനായി നടക്കുന്നു. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും വരെ
അസഭ്യം പറഞ്ഞു നടന്നവർക്കെതിരെ കേരള പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല. ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചവർക്ക് അവാർഡ് നൽകുന്ന നാടാണ് കേരളം. മറുവശത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് കേരളം ഭരിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. TG മോഹൻദാസിന്റെ അറസ്റ്റ് അന്യായവും നീതി നിഷേധവുമാണ്. ചുവപ്പ് ജിഹാദി മാധ്യമ മാഫിയ സംഘങ്ങളുടെ ആക്രോശങ്ങൾക്ക് പോലീസ് വഴിപ്പെട്ടത് ഒരു പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് RV ബാബു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നടപടി വിവേചനപരവും അപലപനീയവുമാണെന്ന് BJP പറഞ്ഞു. TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നടപടി വിവേചനപരവും അപലപനീയവുമാണെന്ന് BJP പ്രതികരിച്ചു. അവധി ദിവസം നോക്കി മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ദുരുദ്ദേശപരമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ആരോപിച്ചു. സംസ്ഥാനത്തെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് TG മോഹൻദാസിനെതിരായ നടപടിയെന്നും സുരേഷ് ആരോപിച്ചു. കേരളത്തിലെ മതമൗലികവാദികളുടെ കയ്യടി നേടുന്നതിനു വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു നീക്കം നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. TG മോഹൻദാസ് നടത്തിയ പരാമർശങ്ങൾ സ്വാഗതാർഹമല്ലെന്ന് നിലപാട് വ്യക്തമാക്കിയ BJP എന്നാൽ സമാനമായോ അതിലും ഗുരുതരമായോ പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നും ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെടിവെച്ചു കൊല്ലുമെന്നുൾപ്പെടെ ഭീഷണി മുഴക്കിയ നിരവധി പേർ കേരളത്തിൽ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുകയാണെന്നാണ് BJP പറയുന്നത്. ഇത്തരക്കാർക്കെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും പ്രധാനമന്ത്രിക്കെതിരായ വധഭീഷണികളിൽ പോലും സർക്കാർ മൗനം പാലിക്കുകയാണെന്നും സുരേഷ് വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ തീരദേശ മേഖലയിലെ വിഷയങ്ങളിലും സർക്കാർ പരാജയപ്പെടുകയാണെന്ന് BJP ആരോപിച്ചു. ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സുരേഷ് രംഗത്തു വന്നു. കാണാതായ സംഭവങ്ങളിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. BJP ഭരിക്കുന്ന പഞ്ചായത്താണെന്ന ഒറ്റ കാരണത്താൽ മണ്ണിടിച്ചിലിലും പ്രളയത്തിലും മരിച്ചവരുടെ ബന്ധുക്കളെ കാണാതെ മന്ത്രിമാർ മടങ്ങുന്നത് ഗുരുതരമായ വിഷയമാണെന്നും സുരേഷ് കുറ്റപ്പെടുത്തി. ദുരന്തബാധിതരുടെ വേദനയ്ക്ക് മുന്നിൽ പോലും രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേ മാതരം, VD സവർക്കർ തുടങ്ങിയ വിഷയങ്ങളിൽ ലീഗ് നേതൃത്വം അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് മതവർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനാണെന്നും BJP ആരോപിച്ചു. അതുപോലെ തന്നെ TG മോഹൻദാസിനെതിരായ പോലീസ് നടപടി ഒരു വ്യക്തിക്കെതിരായ നടപടി മാത്രമല്ലെന്നും രാഷ്ട്രീയ സൗകര്യത്തിനനുസരിച്ച് നിയമം പ്രയോഗിക്കുന്നതിന്റെ ഉദാഹരണമാണെന്നും BJPയുടെ ആരോപണം. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തിയതോടെ വിഷയത്തിൽ രാഷ്ട്രീയ പോര് കൂടുതൽ ശക്തമാകുമെന്നാണ് സൂചന. കൂടാതെ കൂടുതൽ രാഷ്ട്രീയ സംഘടനാ പ്രതികരണങ്ങൾക്കും ഇനി സാധ്യതയുണ്ട്. അവധി ദിനത്തിൽ കസ്റ്റഡിയിലെടുത്ത TG മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ 1 മണിക്കൂറോളം നീണ്ട പരിശോധനകൾക്ക് ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത TG മോഹൻദാസിനെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി. അതേസമയം സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും BJP ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ മാതാവിനെ അവഹേളിച്ചവർക്കെതിരെയും അദ്ദേഹത്തിനെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തവർക്കെതിരെയും യാതൊരു നടപടിയും ഇല്ലാത്ത ാണ് ഈ അറസ്റ്റ് എന്നതും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം TG മോഹൻദാസിനെ കോടതിയിൽ ഇന്ന് ഹാജരാക്കി. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലാണ് ഹാജരാക്കിയത്. കൊച്ചിയിൽ നിന്ന് പിടികൂടിയ ഇദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ എത്തിച്ചത്. കേസെടുത്ത് 11 ദിവസത്തിന് ശേഷമാണ് പോലീസ് നടപടിയെടുത്തത്. TG മോഹൻദാസിനെതിരായ പോലീസ് നടപടി ഇപ്പോൾ ഒരു വ്യക്തിയുടെ അറസ്റ്റിൽ ഒതുങ്ങുന്ന വിഷയമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം, നിയമത്തിന്റെ തുല്യപ്രയോഗം, രാഷ്ട്രീയ ഇടപെടൽ എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചയ്ക്കാണ് സംഭവം വഴി തുറന്നിരിക്കുന്നത്. മോഹൻദാസിന്റെ പരാമർശം, അതായത് TG മോഹൻദാസിന്റെ പരാമർശം നിയമലംഘനമാണോ? പോലീസ് സ്വീകരിച്ച നടപടി നിയമപരമായിരുന്നോ? സമാനമായ ആരോപണങ്ങളിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള നടപടിയാണോ ലഭിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി ലഭിക്കേണ്ടതുണ്ട്. അറസ്റ്റ് ശരിയോ തെറ്റോ എന്നതിലുപരി നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ എന്നതാണ് ഇനി നിർണായകം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? TG മോഹൻദാസിനെതിരായ പോലീസ് നടപടി ന്യായീകരിക്കാനാകുമോ? അതോ ഇത് ഇരട്ട നീതിയുടെ ഉദാഹരണമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ വാർത്ത കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഈ വാർത്ത ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.